സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് വിസിക്ക് സിൻഡിക്കേറ്റ് ഇടത് അംഗങ്ങൾ കത്ത് നൽകി. നിയമവിരുദ്ധവും ക്രമവിരുദ്ധവുമായ നടപടികൾ വൈസ് ചാൻസലർ തുടരുന്നുവെന്നും സിൻഡിക്കേറ്റ് ഇത് ഗൗരവമായി കാണുന്നതായും ജി മുരളീധരൻ പറഞ്ഞു. ആദ്യം പ്രതികരണം. നിയമവിരുദ്ധവും ക്രമവിരുദ്ധവുമായിട്ടുള്ള നടപടിക്രമങ്ങൾ വൈസ് ചാൻസലർ തുടരുകയാണ്. ഇതിനെ സിൻഡിക്കേറ്റ് വളരെ ഗൗരവമായി കാണുന്നുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലർ ഇൻചാർജിന് ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ്. സർവകലാശാലയിൽ തുടർച്ചയായി നിയമവിരുദ്ധ പ്രവർത്തനം, ക്രമവിരുദ്ധമായ പ്രവർത്തനം വൈസ് ചാൻസലർ നടത്തുന്നതിൻ്റെ ഭാഗമായി നിരവധി പ്രയാസങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചെല്ലാം വിശാലമായ ചർച്ച നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലർക്ക് കത്ത് കൊടുത്തിരിക്കുന്നു. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ, അസാധാരണ സംഭവങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സിൻഡിക്കേറ്റ് അടിയന്തരമായി ചേരണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഇടത് സംഘടനാ നേതാക്കൾ ആവശ്യപ്പെടുന്നത്, അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രതീക്ഷ, ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണല്ലോ, സർവകലാശാലയിൽ ഭരണസ്തംഭനം തന്നെയാണ്, അനിശ്ചിതാവസ്ഥ തന്നെയാണ്. കാരണം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനുള്ള തടസ്സങ്ങൾ വിശദീകരിക്കുന്നു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് വി സിയോട് കത്തിലൂടെ ആവശ്യപ്പെടുന്നു. BJPയുടെ 2 സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്നിപ്പോൾ കോടതിയെ സമീപിക്കുകയാണ്. സർവകലാശാലയിൽ വി സി നിർദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ നടക്കുന്നത്, ആ വിഷയമടക്കം കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഒന്ന് രജിസ്ട്രാർ വി സി സസ്പെൻഡ് ചെയ്തു. ഈ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അവിടുത്തെ ഫയലുകൾ പരിശോധിക്കുന്നു. KS അനിൽകുമാർ 3 ഫയലുകൾ ഇന്നലെ വി സിയുടെ അംഗീകാരത്തിന് അയച്ചു. വി സി അത് മടക്കി അയച്ചു. നേരെ ഈ ഫയൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ടേബിളിലേക്ക് ഉദ്യോഗസ്ഥന് അയച്ചിരിക്കുകയാണ്. ഇനി KS അനിൽകുമാറിന് ഈ ഫയലുകൾ അയക്കരുത് എന്ന നിർദ്ദേശമാണ് മോഹൻ കുന്നുമ്മൽ വി സി നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ വി സിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥയ്ക്ക് ഇത് സംബന്ധിച്ച ഫയലുകൾ അയക്കാനുള്ള നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം 25 ഫയലുകൾ തീർപ്പാക്കി നൽകുകയും ചെയ്തിരിക്കുന്നു വി സി. ഏതായാലും വലിയ സങ്കീർണമാണ് സാഹചര്യം. കാരണം രണ്ടുപേരും ഇരു കൂട്ടരും അവരുടെ വാശിയിൽ പിടിച്ചു നിൽക്കുമ്പോൾ സർവകലാശാലയിലെ ഭരണം ആകെ പ്രതിസന്ധിയിലാണ്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.